അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപായിരുന്നു ഹവായ്. അതോടെ ജപ്പാൻ അമേരിക്കയിലെ ഹവായ് ദ്വീപായിരുന്ന പേൾ ഹാർബറിൽ ആക്രമണം അഴിച്ചുവിട്ടു. ഈ ഒരു ആക്രമണം അമേരിക്കയ്ക്ക് വലിയ അപമാനമാണ് ഉണ്ടാക്കിയത്. ഇതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് അമേരിക്കയും ചേർന്നു. അമേരിക്ക സഖ്യകക്ഷികൾക്ക് പിന്തുണ നൽകി. അപ്പോഴേക്കും ജപ്പാൻ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയയുടെ മേളിലുള്ള ദ്വീപുകൾ, പിന്നെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ എല്ലാം അവരുടെ അധീനതയിലാക്കിയിരുന്നു. വലിയൊരു മുന്നേറ്റമായിരുന്നു ജപ്പാൻ അപ്പോൾ. പിന്നീട് മ്യാൻമാറും ജപ്പാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ആൻഡമാൻ പിടിച്ചടക്കിയ ജപ്പാൻ സേന സുഭാഷ് ചന്ദ്രബോസിനെ ആൻഡമാൻ നിക്കോബാറിലെ പ്രധാനമന്ത്രിയാക്കി, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി. ആ ഭാഗത്തെ അവർ ആസാദ് ഹിന്ദ് എന്ന് വിളിച്ചു. ശൈത്യകാലം അവസാനിച്ചു. എന്നാൽ വീണ്ടും ജർമ്മനി USSRനെ ആക്രമിച്ചു. ഹിറ്റ്ലറുടെ ജർമ്മൻ സേന സ്റ്റാലിൻഗാർഡ് ലക്ഷ്യമാക്കി നീങ്ങി. സ്റ്റാലിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഈ സ്റ്റാലിൻഗാർഡ്. അവിടം പിടിച്ചെടുത്ത് സ്റ്റാലിന് വലിയ മറുപടി കൊടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എണ്ണയാൽ സമ്പുഷ്ടമായ കോക്കസ് മേഖലയിലേക്ക് മറ്റൊരു സംഘം ജർമ്മൻ സേന പുറപ്പെട്ടു. അവിടം പിടിച്ചെടുക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. സ്റ്റാലിൻഗാർഡിൽ വലിയ പോരാട്ടമാണ് ഉണ്ടായത്. അങ്ങനെ സ്റ്റാലിൻഗാർഡ് ജർമ്മൻ ആർമി കീഴ്പ്പെടുത്തുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ വേണ്ടവിധ മുൻകരുതൽ ഇത്തവണ എടുത്തിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ സൈന്യം സ്റ്റാലിൻഗാർഡിലെ ജർമ്മൻ സേനയെ വളഞ്ഞു. അങ്ങനെ ചക്രവ്യൂഹത്തിലകപ്പെട്ടു ജർമ്മൻ സേന. എന്നാൽ ഹിറ്റ്ലർ തോൽവി സമ്മതിക്കാൻ അവരെ അനുവദിച്ചില്ല. എന്നാൽ അവരുടെ കയ്യിൽ ഭക്ഷണമോ ഇന്ധനമോ ഇല്ലായിരുന്നു. അതുകൊണ്ട് ജർമ്മൻ സേനയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഇവിടെ മുതലാണ് ജർമ്മനിയുടെ പതനം ആരംഭിച്ചത്. ഇറ്റലിയുടെ പ്രധാനപ്പെട്ട ഭാഗമായ സിസിലിയിലേക്ക് സഖ്യകക്ഷികൾ ആക്രമണം അഴിച്ചുവിട്ടു. അങ്ങനെ ഇറ്റലിയുടെ ഒരു ഭാഗം സഖ്യകക്ഷികളുടെ കീഴിലായി. ഈ ഒരു പരാജയം മൂലം ഇറ്റലിയിലെ ജനങ്ങൾ പ്രതിഷേധിക്കുകയും മുസോളിനിയെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ അച്ചുതണ്ട് ശക്തികളിലെ പ്രധാനിയായിരുന്ന ഇറ്റലി യുദ്ധത്തിൽ നിന്നും പിന്മാറി. ഈ സമയം ഫ്രാൻസും അച്ചുതണ്ട് ശക്തികളുടെ കയ്യിലായിരുന്നു, അതായത് ജർമ്മനിയുടെ കയ്യിൽ. ഇത് പടിഞ്ഞാറൻ ഭാഗത്തായിരുന്നു. ഫ്രാൻസിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും സഖ്യകക്ഷികൾ വീണ്ടും ആക്രമണം ആരംഭിച്ചു. ഫ്രാൻസ് തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഫലം കണ്ടു. ജർമ്മൻ സേനയെ തുരത്തിക്കൊണ്ട് ഫ്രാൻസിനെ മോചിപ്പിക്കാൻ സാധിച്ചു. 1944 ആയപ്പോഴേക്കും സഖ്യസൈന്യം പാരീസിലെത്തി. അങ്ങനെ ഫ്രാൻസിനെ മുഴുവനായി മോചിപ്പിക്കാൻ സാധിച്ചു സഖ്യസേനയ്ക്ക്. അച്ചുതണ്ട് ശക്തികൾ കൈവശപ്പെടുത്തിയ ഒരുവിധം ഭാഗങ്ങളെല്ലാം മോചിപ്പിക്കാൻ സഖ്യസേനയ്ക്ക് സാധിച്ചു.